നമസ്കാരം, ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. കഴിഞ്ഞൊരു പ്രീമാരിറ്റൽ സെഷനിൽ ലവിനെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, സ്നേഹത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഒരു ക്ലയന്റ് നൽകിയ മറുപടി ഇങ്ങനെയാണ്: ദേഷ്യപ്പെടുന്നതും സ്നേഹം കൊണ്ടാണ് എന്നുള്ളത്. ആണോ? ഒരിക്കലുമല്ല. ആ വ്യക്തി, ആ ക്ലയന്റ് നൽകിയ മറുപടി നമ്മൾ പൊതുവെ റിലേഷൻഷിപ്സിൽ കേൾക്കുന്ന ഒരു വാചകമാണ്. എനിക്ക് നിന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെടുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ദേഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹത്തിനൊരു പര്യായമല്ല. ഒരാൾ ദേഷ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ ഉള്ളില് റിസോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെയോ കിടപ്പുണ്ടെന്നുള്ളതാണ്. അൺറിസോൾവ് ആയിട്ടുള്ള കുറെ സ്ട്രെസ്, ഫ്രസ്ട്രേഷന്റെ ഒക്കെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ മാത്രമാണ് ഈ പറയണ ആങ്കർ എന്ന് പറയുന്നത്. അല്ലാതെ അത് സ്നേഹത്തിന്റെ ഒന്നും ഒരു പാർട്ടല്ല. ഓക്കെ, ഒരു പക്ഷെ ഇങ്ങനൊരു ചിന്ത, അതായത് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നുള്ള ഇങ്ങനൊരു ഒരു ചിന്ത നമ്മളിലേക്ക് വന്നത് ഒരു പക്ഷെ നമ്മുടെയൊക്കെ പേരന്റിങ് നിന്നാകാം, നമ്മളുടെയൊക്കെ പേരൻസിൽ നിന്ന് തന്നെയാകാം നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ആ ചിന്തകളുടെ വേരുകൾ ഒരു പക്ഷെ അവിടെ നിന്നാകാം. പൊതുവെ നമ്മൾ പേരൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്തെങ്കിലും ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റക്കേട് എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് എപ്പോഴും പേരൻസിന് കാമായിട്ടോ അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, അല്ലേ? ഭയങ്കരമായിട്ട് കുഞ്ഞിനോട് ദേഷ്യപ്പെടും, എന്തെങ്കിലും പനിഷ്മെന്റ് ഒക്കെ ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പേരന്റിന് എന്ത് പറ്റും? ഒരു കുറ്റബോധം തോന്നും, ഒരു ഗിൽട്ട് ഫീലിംഗ് തോന്നും. ഓക്കെ, അപ്പൊ അവർക്ക് തോന്നുന്ന ആ ഗിൽട്ട് ഫീലിങ്ങിനെ, കുറ്റബോധത്തെ അതിൽ നിന്ന് മറികടക്കാനായിട്ട്, അതായത് അങ്ങനെ തോന്നുന്ന കുറ്റബോധത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ റാഷണലൈസേഷൻ. എന്താ അവിടെ പേരന്റ് പറയാ? മക്കളോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അമ്മ ദേഷ്യപ്പെട്ടത്, മക്കളോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അച്ഛൻ ദേഷ്യപ്പെട്ടത്, സ്നേഹം ഇല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെട്ടോ എന്ന്. അപ്പൊ അത് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. കുഞ്ഞിനോട് ഷൗട്ട് ചെയ്തു അല്ലെങ്കിൽ കുഞ്ഞിനെ പനിഷ് ചെയ്തു, അതിന് പിന്നീട് കുറ്റബോധം തോന്നി. അപ്പൊ ആ കുറ്റബോധത്തിന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് റാഷണലൈസേഷൻ നമ്മൾ പറയും. സ്വയം പറയാം, എനിക്ക് എന്റെ കുഞ്ഞോട് സ്നേഹമുണ്ട്, സ്വയം പറയാണ്, ഓക്കെ സ്നേഹം ഉണ്ട്. പക്ഷെ ആങ്കർ ഒരിക്കലും ആ സ്നേഹത്തിന്റെ ഭാഗമായി. ഇത് കേൾക്കുന്ന കുഞ്ഞിന്റെ മനസ്സിൽ എന്താണ് പറ്റുന്നത്? ഓക്കെ, അതായത് ദേഷ്യം എന്ന് പറയുന്നത്, ഓക്കെ ദേഷ്യപ്പെടുന്നത് സ്നേഹത്തിന്റെ ഒരു പാർട്ടാണെന്നല്ല, അല്ലെ? ഒരിക്കലും അല്ല. ഒരാൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അയാൾക്ക് ഹെൽപ്പ് വേണം. അയാളുടെ ഉള്ളിൽ അൺറിസോൾവ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ സ്ട്രെസ്സോ എന്തൊക്കെയോ ഫ്രസ്ട്രേഷനോ ഒക്കെ അയാളുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് അയാളുടെ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അയാളുടെ സോൾ നമ്മൾ അറിയണം, അത് ലിസൺ ചെയ്യണം, വേണ്ട ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരിക്കലും നിന്നോട് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ദേഷ്യപ്പെടുന്ന എന്നുള്ള ഒരു സംഗതി ഇല്ല. ഓക്കെ, സ്നേഹമുള്ളവർ ദേഷ്യപ്പെടല്ല ചെയ്യുന്നത്. ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അൺറിസോൾവ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സിന്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ മാത്രമാണ്. ഓക്കെ, അതിന് നമുക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു.